ഹായ്, ഇതൊരു മൂവി റിവ്യൂ ആണ്. മൂവി റിവ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ആനിമേഷൻ മൂവിയുടെ റിവ്യൂ ആണ്. എനിക്ക് ആനിമേഷൻ മൂവീസ് പൊതുവേ വളരെ ഇഷ്ടമാണ്. ആനിമേഷൻ മൂവീസ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും അതിലുണ്ടാകുന്ന ആ ഒരു ഇമാജിനേഷൻസും കാര്യങ്ങളും ഇതൊരു റിയൽ ടൈം മൂവി അല്ല എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും അത് മൂവീസ് വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് ആനിമേഷൻ മൂവീസ് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചധികം ലിസ്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്കിഷ്ടപ്പെട്ട മൂവീസ് അതിൽ സജസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആയിട്ടുള്ള ഒരു മൂവീനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണിത്. റാറ്ററ്റൂയി ഒരു ഷെഫാകാൻ ആഗ്രഹിക്കുന്ന ഒരു എലിയുടെ കഥയാണ് ഈ സിനിമയിൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ വിയേർഡായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു ആനിമേറ്റഡ് മൂവി ആയതുകൊണ്ട് എന്തോ എനിക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ജോണറിലുള്ള മൂവീസൊക്കെ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഇത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഈ റാറ്ററ്റൂയി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്രഞ്ച് ഡിഷാണ്. ഇപ്പോൾ ഈ ട്രെയിലറിൽ കാണുന്ന ഈ ഒരു ഡിഷാണ് ശരിക്കും ആക്ച്വലി റാറ്ററ്റൂയി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് ഡിഷ്. ഈ ഡിഷിന് ഈ സിനിമയിൽ വളരെയധികം പ്രധാനമായിട്ടുള്ളൊരു റോളും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. പാരീസിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് ഗുസ്റ്റോ റെസ്റ്റോറൻറ്റ്. അവിടുത്തെ ഷെഫ് എന്ന് പറയുന്നത് ഫുഡിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഷെഫായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പ്രകാരം എനി വൺ ക്യാൻ കുക്ക് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഷെഫിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു ക്രിട്ടിക്ക് ഫുഡിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ആ ഫുഡ് അത്ര മോശമാണ് എന്നുള്ള രീതിയിൽ റിവ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമത്തിൽ പെട്ടെന്നൊരു അറ്റാക്ക് വന്നിട്ട് വരികയാണ്. അങ്ങനെ ആ റെസ്റ്റോറൻറ്റ് വളരെ മോശം സ്ഥിതിയിലോട്ട് പോവുകയും അങ്ങനെ നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതുകൂടാതെ തന്നെ നമ്മുടെ കഥയിലെ നായകനായ റെമി എന്ന് പറയുന്ന റാറ്റിനെ കാണിക്കുന്നുണ്ട്. ഈ റാറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാറ്റിന് മറ്റു എലികളെക്കാൾ കൂടുതൽ അവന് സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും ഇഷ്ടപ്പെടും. അപ്പോൾ അവൻ നോർമലി മറ്റ് എലികളെല്ലാം അവിടെ ഇവിടെയൊക്കെ കിടന്ന് കിട്ടുന്ന പഴകിയതും അഴുകിയതുമായ ഫുഡുകളാണ് അവൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരും കഴിക്കുന്നതും അവൻ്റെ ഫാമിലിയും കഴിക്കുന്നത്. പക്ഷേ ഇവന് ഫുഡ് ആക്ച്വലി വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് ഇവൻ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടും നല്ലപോലെ ടേസ്റ്റും എൻജോയ് ചെയ്തും ഒക്കെയാണ് എപ്പോഴും കഴിക്കുന്നത്. അവൻ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ചെറുപ്പം മുതലേ അവൻ അങ്ങനെ ഷെഫ് ആകണം എന്നുള്ളൊരു ആഗ്രഹവുമുണ്ട്. അങ്ങനെ ഒരു ദിവസം റെമി എന്ന ഈ എലിക്ക് ഒരു ദിവസം ഇവൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ട ഒരു അവസ്ഥ വന്നു. അവൻ നേരെ എത്തിപ്പെടുന്നത് ഗുസ്റ്റോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിലാണ്. അവിടെ വെച്ചാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട വേറൊരു ക്യാരക്ടറായ ലിങ്കുനി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ലിങ്കുനി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അന്ന്, അതായത് റെമി അവിടെ ചെല്ലുന്ന അതേ ദിവസമാണ് അവിടെ ക്ലീനിങ് ബോയ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അവൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആക്സിഡൻ്റലി അവിടുത്തെ ഒരു ഷെഫ് ഉണ്ടാക്കിയിരുന്ന ഒരു സൂപ്പ് ആക്സിഡൻ്റലി അവനത് തട്ടി താഴെത്തിടുന്നതും അതുകൂടാതെ അത് കണ്ടുപിടിക്കാതിരിക്കാനായിട്ട് ആൾ തന്നെ കുറച്ചധികം അവിടെ നിന്നുള്ള കുറേ ഐറ്റംസൊക്കെ വാരി വിതറി ആ ഒരു സൂപ്പ് വളരെ മോശപ്പെട്ട രീതിയിലോട്ട് ആക്കുന്നു. ഇത് കാണുന്ന റെമി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നതിന് മുമ്പ് ആ സൂപ്പിനെ ഒന്നുകൂടി ഭംഗിയിൽ നല്ല ടേസ്റ്റോട് കൂടി രണ്ടാമത് ശരിയാക്കിയെടുക്കുന്നു. അങ്ങനെ റെമി ശരിയാക്കിയ ആ സൂപ്പ് അന്ന് അവിടെ സെർവ് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവുകയും അന്നത്തെ ഏറ്റവും വലിയ സ്പെഷ്യലായിട്ട് അന്നത്തെ ടോപ്പ് സെല്ലിംഗ് സൂപ്പായിട്ട് മാറുകയാണ്. അതോടുകൂടി റെമിയും അതുപോലെ തന്നെ ലിങ്കുനിയും ഫ്രണ്ട്സ് ആവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെമി ശരിയാക്കുന്നത് ലിങ്കുനി ആക്ച്വലി അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ലിങ്കുനിയും റെമിയും തമ്മിൽ നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു. റെമിയുടെ സഹായത്തോടുകൂടി ലിങ്കുനി ഉണ്ടാക്കുന്ന എല്ലാ ഡിഷുകളും അവിടെ വളരെയധികം ഡിമാൻഡുള്ള ഒരു ഡിഷായി മാറുന്നു. അങ്ങനെ പിന്നെയും ഗുസ്റ്റോ റെസ്റ്റോറൻറ്റിൻ്റെ പേരും പോപ്പുലാരിറ്റിയും പാരീസ് നഗരത്തിൽ വീണ്ടും ചർച്ചാ വിഷയമാവുന്നു. ഇതറിയുന്ന ആൻഡൺ എന്ന് പറയുന്ന ക്രിട്ടിക്, അതായത് ഗുസ്റ്റോ റെസ്റ്റോറൻറ്റിലെ ഗുസ്റ്റോ ഷെഫിൻ്റെ മരണത്തിന് കാരണമായ ആ ഒരു ക്രിട്ടിക്, ഗുസ്റ്റോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ എന്താണ് ഇത്രയധികം മാജിക് സംഭവിച്ചതെന്ന് അറിയാനായി പിന്നീട് ഒരു തവണ കൂടി അവിടെ ഫുഡ് കഴിക്കാൻ വരുന്നു. തുടർന്നുണ്ടാകുന്ന രസകരമായ കുറേ സംഭവങ്ങളിലൂടെയാണ് ഈ സിനിമയുടെ കഥ പിന്നീട് പുരോഗമിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള രീതിയിലാണ് ഈ പടത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ വാല്യൂ പോകുന്നത്. നല്ല രീതിയിൽ തന്നെ ആനിമേഷനും അതുപോലെ തന്നെ ഇമോഷണലി കണക്റ്റഡും ആവുന്ന ഒരു സിനിമയാണ് ഇത്. പിക്സാർ മൂവീസിൻ്റെ ബാനറിലാണ് ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അക്കാഡമി അവാർഡും അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലോബ് അവാർഡും അടങ്ങുന്ന നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള ഒരു മൂവി കൂടിയാണ് റാറ്ററ്റൂയി. നിങ്ങൾക്ക് ഈ മൂവിയുടെ റിവ്യൂ ഇഷ്ടമായെങ്കിൽ അതുപോലെ തന്നെ ഈ മൂവി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ ഈ മൂവി അവൈലബിൾ ആണ്. ഇതുപോലെ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു മൂവിയുടെ റിവ്യൂമായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.